നമസ്കാരം, ഞാൻ ഡോക്ടർ ജുസ്ന നസീം. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വിട്ടുമാറാത്ത തലവേദനയെക്കുറിച്ചാണ്. തിരക്കേറിയ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തലവേദന, ഒരു ചായ കുടിച്ചാൽ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ ഒന്ന് കുളിച്ചാൽ തലവേദന മാറും. നിങ്ങളിൽ പലരും ഈ ഒരു തലവേദന അനുഭവിക്കുന്നുണ്ടാവും. ഇതിനകം തന്നെ നിങ്ങൾ പലരും ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും. മൈഗ്രെയിൻ ആണെന്ന് പറയുകയും അതിന് ഗുളിക കഴിക്കുകയും ആ തലവേദന അപ്പോൾ മാറുകയും ചെയ്യും. പക്ഷേ ഇത് മുൻപൊക്കെ 3-4 മാസത്തിൽ വന്നുകൊണ്ടിരുന്ന തലവേദന ഇപ്പോൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും, അതുമല്ലെങ്കിൽ തലവേദന ഇല്ലാത്ത ദിവസം വിരലിൽ എണ്ണാവുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നിങ്ങളെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെയാണ് നിങ്ങൾക്കിങ്ങനെ തലവേദന വരുന്നത്? യാത്ര ചെയ്താൽ, ജോലിയുടെ തിരക്ക്, ടെൻഷൻ, ചിലർക്ക് വെയിൽ കൊണ്ടാൽ, ഉറക്കം ശരിയായി കിട്ടിയില്ലെങ്കിൽ, ചിലർക്ക് ഭക്ഷണം സമയം തെറ്റിയാൽ, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും തലവേദന വരാറുണ്ട്. ഇതെല്ലാം മൈഗ്രെയിൻ എന്ന പേരിലാണ് പറയുന്നത്. എന്തെല്ലാമായിരിക്കാം കാരണങ്ങൾ? സാധാരണയായി പുരുഷന്മാരിൽ 10 പുരുഷന്മാരെ എടുത്താൽ അതിൽ 3 പേർക്ക്, സ്ത്രീകളെ ആണെങ്കിൽ 10-ൽ 5 പേർക്കും ഇതുപോലെയുള്ള തലവേദന അനുഭവിക്കുന്നവരാണ്. കഴുത്തിലെ മസിലിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അതിന് അനുഭവപ്പെടുന്ന ചെറിയൊരു സ്ട്രെയിൻ കൊണ്ടാണ് പലപ്പോഴും തലവേദന അനുഭവപ്പെടുന്നത്. സാധാരണയായി തലവേദനയെ നമുക്ക് 4 ആയി തരംതിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും മൈഗ്രെയിൻ തന്നെയാണ്. രണ്ടാമത്തേത് ടെൻഷൻ ഹെഡേക്കാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് കഴുത്തിലെ പേശികളുടെ സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്നതാണ്. നാലാമത്തേത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയും തലവേദന വരാറുണ്ട്. കഴുത്തിലെ പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന തലവേദനയുടെ പ്രധാനമായ കാരണം അതിൻ്റെ കഴുത്തിലെ എല്ലുകൾ അഥവാ സെർവൈക്കൽ ബോൺസിൻ്റെ ഇടയിലുള്ള ഡിസ്കിനുണ്ടാകുന്ന തേയ്മാനം, തന്മൂലം ഉണ്ടാകുന്ന നെർവ് കംപ്രഷൻ മൂലമാണ്. മറ്റൊന്ന് തലയോട്ടിയും കഴുത്തുമായി ബന്ധിപ്പിക്കുന്ന പേശികൾക്കുണ്ടാകുന്ന ചെറിയ നീർക്കെട്ട്, അതും തലവേദനയ്ക്ക് ഒരു കാരണമാവാറുണ്ട്. കഴുത്തിൻ്റെ എല്ലിനാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ തലവേദനയുടെ കൂടെ കഴുത്തിനും തോളിലേക്കും അവിടെ നിന്ന് കൈയിലേക്കും വേദന വരാറുണ്ട്. രണ്ടാമത്തെ കാരണമായ കഴുത്തിലെ മസിലിൻ്റെ സ്ട്രെയിൻ കാരണമുണ്ടാകുന്ന തലവേദനയാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് കാരണമുള്ള തലവേദനയാണ്. ഏറ്റവും പ്രധാനമായി വരുന്നത് കഴുത്തിൻ്റെ പിറകിലായുള്ള ചെവിയുടെ ബാക്കിലായി നിന്നും കഴുത്തിലേക്ക് വരുന്ന സബോക്സിപിറ്റൽ മസിലിൻ്റെ സ്ട്രെയിനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ തലവേദനയ്ക്ക് കാരണമാകുന്നത്. കുനിഞ്ഞിരുന്നാലോ ചരിഞ്ഞിരുന്നാലോ തലവേദന വരുന്നതിൻ്റെ പ്രധാന കാരണം സബോക്സിപിറ്റൽ മസിലിൻ്റെ സ്ട്രെയിനാണ്. പുതിയ തരം ജോലികളായ കമ്പ്യൂട്ടർ നോക്കി ഒരുപാട് സമയം ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കുന്ന ക്ലറിക്കൽ വർക്കുകൾ, ഫോണിൻ്റെ അമിതമായ ഒരുപാട് സമയം ഫോണിലേക്കുള്ള നോക്കിയിരിക്കുന്നത്, ഇതെല്ലാം തലവേദന ഉണ്ടാക്കുന്നതിന്, അതുപോലെ കഴുത്തിലെ മസിലിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്നതിനും ഒരു വലിയ കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണമായി വരുന്നത് കണ്ണിൻ്റെ പിറകിൽ നിന്നും വേദന, അത് തലയുടെ പിറകിലേക്ക് വേദന പോകുന്നു. ഇതെപ്പോഴും മൈഗ്രെയിൻ ഹെഡേക്കായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. ചിലർക്ക് തലവേദനയോടുകൂടെ കണ്ണിൽ ഇരുട്ട് കയറുക, കണ്ണിൻ്റെ മുൻപിൽ വെളിച്ചം മിന്നുന്നത് പോലെ തോന്നുക, ശബ്ദം തീരെ കേൾക്കാൻ പറ്റാതെ ലൈറ്റും ശബ്ദവും അസഹനീയമാവുക, ഇരുട്ടുള്ള റൂമിൽ പോയി അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ മാത്രം ആശ്വാസം, ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് തലവേദനക്കാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറ്. തലവേദനയുടെ ലക്ഷണങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന അനുബന്ധ ലക്ഷണങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. കഴുത്തിലെ എല്ലുകൾക്ക് പ്രശ്നമുണ്ടോ എന്നുകൂടെ അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി എക്സ്റേയോ MRI സ്കാൻ ഇതുപോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൂടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കഴുത്തിലെ എല്ലുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മസിലുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, തലവേദന പൂർണ്ണമായി മാറിക്കിട്ടാൻ അതിനുവേണ്ട എക്സർസൈസുകളും ചെയ്യേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ തരം തലവേദനകൾക്കുണ്ട്. യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ ഓരോ വ്യക്തിക്കും അവരുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഫലപ്രദമായ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ 3-4 മാസങ്ങൾ കൊണ്ട് തന്നെ തലവേദന പരിപൂർണമായും മാറ്റാവുന്നതാണ്.